നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മായയെ സങ്കടപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്നതല്ല. എല്ലാ വശവും നമ്മൾ അന്വേഷിക്കണമല്ലോ. അവള് വല്ല ലെറ്ററോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അതൊക്കെ നോക്കി. നിനക്ക് മറ്റെന്തെങ്കിലും സംശയം? സാറപ്പ ചോദിച്ചപ്പോ ഞാൻ പറയാൻ മറന്നുപോയതാ. പൂജമോള് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വരികയാണെന്നാ എന്നോട് പറഞ്ഞത്. മറന്നുപോവാൻ താനെന്താ കൊച്ചുകുട്ടിയാണോ? അല്ല, ഇവിടെ പറഞ്ഞിട്ടായിരിക്കും പോയതെന്നാ ഞാൻ വിചാരിച്ചത്. ശ്രീനി, നീ വന്നേ. എനിക്കെന്തോ അവന്റെ പറച്ചിലിൽ അത്ര വിശ്വാസം പോലെ. 4 കൊടുത്താലേ അവൻ സത്യം പറയും. ശ്രീനി, ഹേയ്, പ്രകാശ് അത്രകാരനൊന്നുമല്ല. നാദം വാ പറയട്ടെ. ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കാണുന്നൊന്നും ആയിരിക്കില്ല യഥാർത്ഥ മുഖം. അയാൾ ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. ഇതുവരെ ഒരു വിശ്വാസക്കേടും കാണിച്ചിട്ടില്ല. പിന്നെ പൂജ എവിടെ? പോലീസിൽ അറിയിച്ചാലോന്നാ മായ ചോദിക്കുന്നത്. അവക്കങ്ങനെ പലതും ചോദിക്കാം. അഭിമാനം നഷ്ടപ്പെടുന്നതേ എന്റെ അല്ലേ. അഭിമാനം ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് കമ്മീഷണർക്കും ഉണ്ട്. മോളെ തിരിച്ചു കിട്ടണമെങ്കിൽ അഭിമാനം നോക്കിയിരുന്നാ പറ്റില്ല. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഉടനെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, പോലീസിൽ ഇൻഫോം ചെയ്യാം. അത് വേണ്ടത് ഞാനും പറഞ്ഞില്ലേ. പിന്നെ എന്താ ഒരു പോംവഴി? അവളുടെ ഫ്രണ്ട്സിന്റെ നമ്പറിലൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചോ? എന്താ രണ്ടുപേരൊന്നും പറയാത്തത്? അവളുടെ ഫ്രണ്ട്സിനെ ഒന്നും ഞങ്ങൾക്കറിയില്ല. നല്ല തള്ളയും തന്തേ. നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ അവസ്ഥ തന്നെയല്ലേ അവർക്കും. തിരക്കൊഴിഞ്ഞിട്ട് നേരെയില്ലല്ലോ. ഇനി ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വഴി എന്താണെന്ന് നോക്കാം. മുത്തേച്ചെ പറഞ്ഞുവിടാ ഞാൻ പെട്ട പാട്. മരുന്ന് കഴിച്ചിട്ട് ഉറക്കം നിൽക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കൂല. ഗോമതി ചേച്ചി പോയി കിടന്നോ, ഞാൻ പതിയെ കഴിച്ചിട്ട് എണീച്ചോളാം. അയ്യോ, പാത്രം കഴുകി വെക്കണ്ടേ മോനെ? ആ സാരമില്ല, ഞാൻ കഴുകി വെച്ചോളാം. ഒരു ദിവസം ഞാൻ കഴുകിന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ലല്ലോ. മോന്റെ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് എന്നെ വഴക്കി ഏൽപ്പിച്ച് അടങ്ങുന്നുള്ള വാശിയില്ല അല്ലേ? അതിന് മുത്തശ്ശി അറിഞ്ഞിട്ട് വേണ്ടേ? രാത്രി ഒരുപാടായി, ചേച്ചി പോയി കിടന്നു. വെളുപ്പിന് എണീക്കേണ്ടതല്ലേ. ശരി ശരി മോനെ. രക്ഷപ്പെട്ടു. വേഗം കഴിക്കും. എനിക്ക് വേണ്ട, വിശപ്പില്ല. തനിക്ക് വിശപ്പില്ലെങ്കിലും വയറ്റിൽ കിടക്കണ കുഞ്ഞിനുണ്ടാവും. വെറുതെ അതിനെ പട്ടിണിക്കിടണ്ട. പിടിക്കും. പോയിരുന്ന് സമാധാനത്തോടെ കഴിക്കും. അല്ല, ആദ്യം കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചതാ. ചെല്ലാം. കഴിക്കടോ.
സത്യമായിട്ട് എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കുറച്ചെങ്കിലും കഴിച്ചേ പറ്റൂ. കഴിക്കടോ. ഇവിടെ കൂടുതലും വെജാണ്. പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടുമെന്തോ. ഞാനും വെജിറ്റേറിയനാ. ആഹാ, രക്ഷപ്പെട്ടു. അപ്പൊ ഇനി ആ പ്രശ്നമില്ലല്ലോ. മുത്തശ്ശിയും ഗോമതി ചേച്ചിയൊക്കെ ഉണ്ടാക്കുന്ന അവിയലിന്റെ സാമ്പാറിന്റെ മണം അടിച്ചാൽ മതി, ചോറ് താനെ ഇറങ്ങിക്കോളും. തന്റെ ടെൻഷൻ ഇതുവരെ മാറിയില്ലാന്ന് തോന്നുന്നു. ഞാൻ കൂടെ ഇരിക്കുന്നുണ്ടാണോ കഴിക്കാൻ ബുദ്ധിമുട്ട്? ഏ അതെ, ഒരു കാര്യം ചെയ്യും. പതിയെ സാവകാശം കഴിച്ചിട്ട് പൂജ കിടന്നുറങ്ങിക്കോ. ഞാൻ പുറത്തുണ്ടാവും. ആ പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും ആ സിം കാർഡ് ഉപയോഗിക്കരുത്. അത് വർക്കായാൽ ആ സെക്കൻഡിൽ തന്നെ ടവർ പോയിന്റ് കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റും. നാളെ ഞാൻ തനിക്ക് വേറൊരു സിം തരാം. അത് എൻ്റെ പേരിലുള്ളതായോണ്ട് ആരും സംശയിക്കത്തുമില്ല. അല്ല ആദി, ഞാൻ ഹാളിൽ കിടന്നോളാം. ആരെങ്കിലും കണ്ടാലോ? ആരെ കാണാനാ? ഇവിടെ എല്ലാവരും ഉറങ്ങി. വാതിലടച്ച് കുറ്റിയിട്ടിട്ട് പൂജ ഉറങ്ങിക്കോ. ശരി. ആദി, എന്താടോ? ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.